ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നൈറ്റിൽ കാസർഗോഡൊക്കെ പോവാണ് ഗായ്സ്. അപ്പോൾ ഷോർട്സിൽ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാൻ കാസർഗോഡ് പോവാണ് ഗായ്സ്. അപ്പോൾ അതും നൈറ്റ് 12 മണിക്ക് ഗായ്സ്. 12 മണിക്ക് 9 മണിക്ക് ഞാൻ ഉറങ്ങുന്നയാളാണ്. 12 മണി വരെ ഒഴിച്ചാണ് നടക്കാണ് ഗായ്സ്. എന്തൊരു കഷ്ടം നോക്കൂ. പക്ഷേ കാസർഗോഡിൽ എൻ്റെ ഉമ്മയാണുള്ളത്, എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഉറക്കം വരുന്നില്ല, ഒന്നും വരുന്നില്ല. അത് പോണവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഉമ്മച്ചിയുടെ വീട്ടിലായാലും ബന്ധുക്കാരുടെ വീട്ടിലായാലും നമുക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതും ഈ വെക്കേഷൻ ടൈമിലൊക്കെ. അപ്പം നിങ്ങൾ ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ട്രിപ്പ് പോകുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ കഷ്ടപ്പാട്. ഉമ്മച്ചിയുടെ വീട്ടിൽ പോകുന്നവർക്ക് കഷ്ടപ്പാട് അറിയാൻ പറ്റും. ഇപ്പോൾ എന്തൊരു ദൂരമാണെന്ന് അറിയുമോ? എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെ ഉണ്ട് ഗായ്സ് ദൂരം. അപ്പം അത്രയും നമ്മൾ ഇച്ചിരി സ്ട്രഗിളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. എന്നാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ ഗൈസ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ ഈ പറയുന്ന നേരം കൊണ്ട് തന്നെ, നിങ്ങൾ കേൾക്കുന്ന നേരം കൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടില്ല ഗൈസ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ അവർക്ക് വെച്ച് എല്ലാ വീഡിയോസും ഇങ്ങനെ എടുക്കാട്ടോ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി ഇത് ബാഗ്, കിറ്റ്, അതിൻ്റെ പുറത്ത് എൻ്റെ ഒരു ബാഗ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതേ മഞ്ജു വാര്യറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ വീട്ടിൽ പോയി ഞാൻ ഒരു വർഷത്തിൽ ഒരു വെക്കേഷനിൽ ഞാൻ പോകാറുള്ളൂ. അതായത് ഇത്രയും ദൂരം കൊണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഇടയ്ക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. അപ്പോൾ ഇത് പരുന്നേകാലമായി, അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പോകാറില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തന്നെയാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വീട്ടിലോട്ട് പോകാനും തോന്നത്തില്ല. എന്ന് വെച്ചാൽ അങ്ങനെയാണ് എൻ്റെ സംഭവം. ചിലർക്ക് അറിയാൻ പറ്റും നമ്മൾ ഇത്ര സ്ട്രഗിൾ ചെയ്ത് മറ്റേ നിൽക്കുമ്പോൾ തന്നെ ഉമ്മച്ചിയുടെ വീട്ടിലായിക്കോട്ടെ ആരുടെ വീട്ടിലായിക്കോട്ടെ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കും. നമുക്ക് പോരാൻ തോന്നുന്നില്ല, അത്രയ്ക്കാണ്. പിന്നെ വിഷമിക്കുന്നുണ്ടാവും ഗൈസ്, സാധാരണ സ്വാഭാവികം. അപ്പം ഇതാണ് ട്രെയിൻ. ഇതെൻ്റെ ട്രെയിനല്ല ഗൈസ്, ഇതെൻ്റെ ട്രെയിനല്ല, ഇത് വേറെ ഏതോ ട്രെയിൻ. അപ്പോൾ ട്രെയിനിൽ ട്രെയിനിലെ ഡ്രൈവർ നമ്മൾ സമ്മതിക്കണം ഗൈസ്. അവരെ കഷ്ടപ്പെട്ട് അവരെ ഓർക്കൊഴിച്ച് എല്ലാം ചെയ്ത് സ്ട്രഗിളൊക്കെ ചെയ്ത് അവരും അങ്ങനെ ഓടിക്കാണ് ഗൈസ്. അപ്പോൾ അവരെ നമ്മൾ സമ്മതിച്ച് കൊടുക്കണം. അപ്പോൾ ഷോർട്സിൽ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കണ്ടിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാട്ടോ സംഭവം. ഇതിനകത്ത് അരി ഇതാന്ന് തോന്നുന്നു, അതൊക്കെ ആയിരിക്കും കൊണ്ടുപോവുക, അല്ല വേറെ എല്ലാം കൊണ്ടുപോകില്ലല്ലോ, അങ്ങനെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് പരമാവധി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കുട്ടി വ്ളോഗറാണ് ഞാൻ, അധികം വലിയ വ്ളോഗറല്ല. അപ്പം ഇത് ഞങ്ങൾ നടന്ന് 12 മണി ഞങ്ങൾ മറ്റേ ഈ ലേഡീസിലുള്ള റൂമിൽ പോയി ഇരിക്കുകയായിരുന്നു. അവിടെ പോയി ഇരുന്നത് ഞങ്ങൾ പുറത്ത് നടന്നു വന്നപ്പോഴാണ് ഈ കാഴ്ച. പകുതി ഭാഗം ഉണ്ടാവുള്ളൂ 3, പക്ഷേ ഇത് ക്യാമറയിൽ ഫുള്ളായിട്ട് വന്നത്. എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. എന്താണെന്നറിയില്ല, ക്യാമറയുടെ പ്രശ്നം തോന്നുന്നു ഗൈസ്. ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഷോർട്സിൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ട്രെയിന് വന്നാൽ അതിൻ്റെ ഇതെടുക്കാൻ പറ്റില്ലല്ലോ. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് ട്രെയിൻ വരുന്നുള്ള ഓടിച്ചാടി കയറുക. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കയറി സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. നമ്മൾ എറണാകുളത്തോട് ബൈ പറയാണ് ഗായ്സ്. എറണാകുളം ബൈ സീ യു. നമ്മൾ ബൈ പറയണം. ഒരാഴ്ച 1 വീക്ക് നമ്മൾ ബൈ പറയാണ്. അപ്പം എനിക്ക് ഉറക്കം വന്നില്ല ഗൈസ്, ചെറിയ ഉറക്കം വന്നിട്ട് ഗൈസ്. ഇത് എയർപോർട്ടാണെന്ന് തോന്നുന്നു ഗൈസ്, എയർപോർട്ടിൻ്റെ ഒരു ഇത് ഞാൻ പിന്നെ എനിക്കിപ്പോൾ അറിയാം. കാസർഗോഡ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. കാസർഗോഡ് പോകുന്നവർക്ക് അറിയാൻ പറ്റും, അവിടെ നിറച്ചും മലകളാണ്, കാടാണ്, മയിലാണ് അവിടെ മൊത്തം. മയിലിൻ്റെ കൂടാരം. എന്തായാലും ഞാൻ മയിലെ കണ്ടിട്ടുണ്ട്, പക്ഷെ മയിൽ എന്നെ കാണുമ്പോൾ തന്നെ പോകും ഗൈസ്. അപ്പോൾ രാവിലെ ആയി. പിന്നെ ഞാൻ രാത്രി മോനിൻ്റെ വീഡിയോ എടുത്തു, ചന്ദ്രൻ്റെ വീഡിയോ എടുത്തു. രാവിലെ ഞാൻ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ സൂര്യൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റും, കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ വരും കേട്ടോ ഗൈസ്. അപ്പോൾ സൂര്യൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ കുറേ എടുത്തപ്പോൾ അത് ഞാൻ കാഞ്ഞങ്ങാടാണ് സ്ഥലത്ത് വന്ന് നിന്നത്, സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ സൂര്യനെ എന്നെ തന്നെ ഇങ്ങനെ വലിച്ചടിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ സൂര്യനെ വലിച്ചൊരു തലവേദനയും വരും. എന്നെ തന്നെയായിരുന്നു നോട്ടം, വേറെ ആർക്കും നോട്ടം ഉണ്ടായില്ല, എന്നെ മാത്രം.
അത് എൻ്റെ ഉമ്മച്ചിനെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുപ്പിച്ചത്. മറ്റേ നമ്മൾ ഈ ഫയറിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സംഭവം വരില്ലേ, ഫ്രീഡ് ആയിട്ടുള്ളൊരു സംഭവം ഇല്ലേ, അതിലാണ് വീഡിയോ എടുത്തേക്കണേ. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടൂല. ഇത് ഈ സംഭവത്തിലാണ് വീഡിയോ എടുത്ത് ഉമ്മച്ചിനെ കൊണ്ടാണ് പിടിപ്പിച്ചത്. അപ്പോൾ ഇത് കണ്ടോ, പാവം ഗൈസ്, പട്ടിയുടെ ഒരു യോഗം. അപ്പോൾ അവർക്ക് ദൈവം ഓരോരോ ഇത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് എല്ലാവരും കാണാൻ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ നമ്മുടെ സാഹചര്യം ഭയങ്കര വിഷമമാണ്, ചിലർക്ക് ഓരോരോ സങ്കടമുണ്ടാവും ഗൈസ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പരമാവധി ആൾക്കാർ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ പരമാവധി ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഹെൽപ്പ് ചെയ്യണ്ട. പരമാവധി എല്ലാവർക്കും പരമാവധി സഹായിക്കുക. അപ്പം അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ദൈവത്തിൻ്റെ നല്ല ഇത് കിട്ടും ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ. നോക്ക്, നല്ല രസമില്ലേ? നല്ല സുന്ദര ബ്ലോഗ്, നല്ല ചന്ദ്രനെ പോലെ ചിരിച്ച് നിൽക്കുന്ന നല്ല സുന്ദര കുട്ടനായ നമ്മുടെ സൂര്യനെ ഞാൻ വീഡിയോ എടുത്തതാണ് ഗൈസ്. അതിൻ്റെ കഷ്ടപ്പാട് മൊത്തം ഞാനാണ് അനുഭവിച്ചത് ഗൈസ്. അതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉള്ളതാണ്. ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതന്നെ ധാരാളം ഈ വീഡിയോ എടുത്ത് തന്നെ. അപ്പോൾ അതേ രാത്രിയുടെ പോലെ തന്നെ ആയിട്ട് ഗൈസ്. സൂര്യൻ്റെ വെളിച്ചം എടുത്തപ്പോൾ തന്നെ പകുതി രാത്രിയായിരുന്നു. നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടാവും, നോക്കിക്കോട്ടെ. ഇപ്പോൾ രാത്രി ആയിട്ട് വരുന്നു, കണ്ടോ, രാത്രി പോലെ, സൂര്യൻ അസ്തമിക്കുന്ന പോലെ. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മുച്ചെടുത്ത് എടുക്കാൻ പറഞ്ഞപ്പോൾ മുച്ചെടുത്തില്ല. അപ്പോൾ പിന്നെ രണ്ടാമത് എടുത്തതാണ് ഗൈസ്. പക്ഷേ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ നല്ല രസം ഉണ്ടാകുന്നുണ്ട് ഗൈസ്. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് വന്നതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല. സൂര്യൻ നമ്മളെ പറ്റിച്ചു ഗൈസ്. അപ്പോൾ ഇത്ര എടുത്തുകൊണ്ട് തന്നെ സൂര്യൻ എന്നോട് ഭയങ്കര ദേഷ്യമാണോ സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല, എന്നെ തന്നെ വിളിച്ചടിക്കായിരുന്നു ഗൈസ്, എന്താണെന്നറിയില്ല. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ കാസർഗോഡ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരാണ് നേരം കൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പരമാവധി നമുക്ക് വേണ്ട സപ്പോർട്ടാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള വീഡിയോസിലും ഞങ്ങൾക്ക് ഉപകാരമാകുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പോൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും സപ്പോർട്ടിൽ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ കൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി അങ്ങനെ ഫ്രഷായി. അപ്പോൾ ഫ്രഷായി കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. എനിക്ക് നല്ല വേദനയാണ്, പിന്നെ ഉറക്കക്ഷീണമുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ അത്യാവശ്യം നല്ല